രാവിലെ ചായയൊക്കെ അടുപ്പത്ത് വെച്ച് ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായയൊക്കെ കുടിക്കാനുള്ളവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം രാവിലെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാൻ അപ്പുറത്തെ അടുപ്പയിലിരിപ്പുണ്ട്. ഞാൻ ആദ്യം വന്നങ്ങ് പൂരിക്ക് കുഴച്ച് വെച്ച് അതിന് ശേഷം ചായയൊക്കെ ഇട്ടത്. അത്ര നേരം ഇരുന്നപ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ പൊങ്ങി വരും പൂരി. അപ്പം മീൻകറിയും തിളപ്പിച്ച് വെച്ച് പൂരിയൊക്കെ റെഡിയായി. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ കാബേജ് തോരൻ വയ്ക്കാനായിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അന്നേരം ഇന്ന് എനിക്ക് മീനിൻ്റെ അച്ചാറിടണം. അപ്പം പിച്ചാത്തിക്കൊക്കെ വാത്തല വരുത്തണമായിരുന്നു. അങ്ങനെ ആളിനെ വിളിപ്പിച്ച് ഈ 3 എണ്ണത്തിനും വാത്തല അതിൻ്റെ ദാറ് മൂർച്ചയൊന്ന് കൂട്ടി. അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ എടുത്തിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ സവാളയും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ ഇട്ടു, മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ആ കാബേജ് ഇട്ട് കൊടുത്ത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കത്തില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ മോര് കാച്ചുന്നത് വേറൊരു രീതിയിലാണ്. എന്നും ഞാൻ ഉണ്ടാക്കുമ്പം തേങ്ങ ചേർക്കാറില്ല, ഇന്ന് ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇത്തിരി സവാള ഇട്ട് പൊട്ടിച്ച് പിന്നെ അരപ്പ് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചത് ഇതിൻ്റെ അകത്തിട്ട് അരപ്പൊന്ന് ഞാനൊന്ന് ആദ്യം വേവിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു ഇച്ചിരി മുളക് പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഉടച്ച മോരൊഴിച്ച് കൊടുക്കും. സാധാരണ ഞാൻ ചെയ്യുന്നത് തൈരൊന്ന് ഉടച്ചിട്ട് ആ മോരും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് നന്നായി ചൂടാക്കും. അതിൽ നിന്ന് പുക പോലെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഉലുവാപ്പൊടി ഇട്ട് പിന്നെ ലാസ്റ്റിലാണ് ഞാൻ കടുക് വറുക്കുന്നത്. അന്നേരം ലാസ്റ്റ് കടുക് വറുക്കുന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയൊക്കെ നന്നായി മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഇപ്പോൾ മോര് കറിയൊക്കെ റെഡിയായി. അപ്പോൾ എനിക്ക് മീനച്ചാറിന് ഈ 3 മീൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് അതൊന്ന് ഇനിയൊന്ന് വെട്ടിയെടുക്കണം. ഞാൻ വെട്ടുന്നൊന്നും വീഡിയോ കാണിച്ചില്ല. പിന്നെ അതെല്ലാം അതിനാണ് ഞാനിപ്പോൾ ഈ പിച്ചാത്തിയുടെ വാത്തല വരുത്തിയത്. അപ്പോൾ മീനെല്ലാം വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാറിടാനുള്ള കറിവേപ്പില, ഇഞ്ചി എല്ലാം കൊണ്ടുവന്നായിരുന്നു. അതെല്ലാം എനിക്കൊന്ന് ഇപ്പോൾ കറിവേപ്പിലെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഉണങ്ങാനായിട്ട് ഒന്ന് നിരത്തി വയ്ക്കണം. അതിൻ്റെ കൂടെ ഇച്ചിരി പുതിനയിലയും മല്ലിയിലയൊക്കെ വാങ്ങിച്ചായിരുന്നു. ടൊമാറ്റോയും എല്ലാം വാങ്ങിച്ചു. അതെല്ലാം ഇനിയൊന്ന് ഒതുക്കി വെക്കട്ടെ. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം പരിപാടികൾ ചെയ്തിട്ട് വേണം എനിക്ക് സാവകാശം അച്ചാർ ചെയ്യാനായിട്ട്. അല്ലാതെ അച്ചാർ ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ നമുക്കാകെ ഒരു ഇതാണ്. അതുകൊണ്ടെല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് അച്ചാർ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ എൻ്റെ മെയിൻ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.